കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രേം കി സിവ ഓർ കുച്ച് നഹീം എന്ന മനോഹരമായ പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിലെ ഓരോ വരികളുടെയും അർത്ഥങ്ങൾ ഇന്ന് നമ്മൾ വിശദീകരിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും ആക്ടിവിറ്റികളും ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ നൽകിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമല്ലോ. എന്നാൽ ശരി, നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഈ പാഠം എഴുതിയത് ജെസിൻഡ കെർക്കെട്ടെയാണ്. പ്രേം കെ സിവ ഓർ കുച്ച് നഹീ എന്നാൽ സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ്. റിംസ് झारखंड का सबसे बड़ा सरकारी अस्पताल है. റിംസ് ഝാർഖണ്ഡിലെ ഏറ്റവും വലിയ സർക്കാർ ആശുപത്രിയാണ്. इस अस्पताल में एक रिपोर्ट लेने मैं कतार में खड़ी थी. ഈ ആശുപത്രിയിൽ ഒരു റിപ്പോർട്ട് വാങ്ങാനായി ഞാൻ വരിയിൽ നിൽക്കുകയായിരുന്നു. मेरे आगे एक व्यक्ति खड़ा था. उसे भी कोई रिपोर्ट लेनी थी. എന്റെ മുന്നിൽ ഒരാള് നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിനും ഒരു റിപ്പോർട്ട് വാങ്ങണമായിരുന്നു. पैसे जमा करते वक्त उसके पास 20 रुपए कम पड़ रहे थे. പണമടയ്ക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കൈവശം 20 രൂപ കുറവായിരുന്നു. वह परेशान इधर उधर ताक रहा था. बार बार जेब में हाथ डालता था. അദ്ദേഹം പരിഭ്രമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയായിരുന്നു. ഇടയ്ക്കിടെ പോക്കറ്റിൽ കൈയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പീछे वाले लोग जल्दी करो चिल्ला रहे थे. പിന്നിലുള്ള ആളുകൾ വേഗം ചെയ്യൂ എന്ന് ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. വഹ് ഇധർ ഉധർ ഫോൺ ലഗാനെ ലഗ. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യാൻ തുടങ്ങി. 20 रुपया नहीं मिल रहा. लाइन में खड़ा हूँ, लेकर जल्दी आइए. वो किसी से फोन पर कह रहा था. 20 രൂപ തികയുന്നില്ല, വരിയിൽ നിൽക്കുകയാണ്, വേഗം എടുത്തുകൊണ്ടുവരൂ. അദ്ദേഹം ഫോണിലൂടെ ആലോടോ പറയുകയായിരുന്നു. തഭി मैंने 20 रुपये निकालकर उसकी ओर बढ़ा दिए. അപ്പോൾ തന്നെ ഞാൻ 20 രൂപയെടുത്ത് അദ്ദേഹത്തിന്റെ നേരെ നീട്ടി. ഉസ്നി റാഹത്ത് കി സാൻസ് ലി. അദ്ദേഹം ആശ്വാസത്തോടെ ഒന്ന് ദീർഘശ്വാസം വിട്ടു. मैंने देखा, आदमी छोटी सी मदद के लिए आसपास खड़े इंसानों की तरफ नहीं देख सकता. ഒരു ചെറിയ സഹായത്തിനു പോലും ചുറ്റും നിൽക്കുന്ന മനുഷ്യരിലേക്ക് നോക്കാൻ അയാൾക്ക് കഴിയുന്നില്ലെന്ന് ഞാൻ കണ്ടു. അസഹായ് മഹസൂസ് കർത്താ ഹെ. അയാൾ നിസ്സഹായനായി അനുഭവപ്പെടുന്നു. काम पूरा होने पर वह कतार से अलग हो गया और 20 रुपए के लिए फोन पर किसी को बुलाता रहा. ജോലി പൂർത്തിയായപ്പോൾ അദ്ദേഹം വരിയിൽ നിന്നു മാറി നിൽക്കുകയും 20 രൂപയ്ക്കായി ഫോണിലൂടെ ആരോടോ വരാൻ ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു. മൈൻ റിപ്പോർട്ട് ലേക്കർ ജാനെ ലഗി തോ വഹ് പാസ് ആയ. ഞാൻ റിപ്പോർട്ട് വാങ്ങി പോകാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം അടുത്തേക്ക് വന്നു. सरा रुकिए, धन्यवाद, आपके 20 रुपए. पैसे लौटाते हुए उसने कहा. ഒന്ന് നിൽക്കൂ, നന്ദി, നിങ്ങളുടെ 20 രൂപ. പണം തിരികെ നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. अरे, वापस करना जरूरी नहीं है, 20 ही तो रुपए है. मैंने कहा. അയ്യോ, ഇത് തിരികെ നൽകേണ്ട കാര്യമില്ല, വെറും 20 രൂപയല്ലേ ഉള്ളൂ, ഞാൻ പറഞ്ഞു. नहीं, वह 20 ही रुपए नहीं थे, कहकर वह चला गया. അല്ല, അത് വെറും 20 രൂപ മാത്രമായിരുന്നില്ല എന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയി. दूसरे दिन बहुत सुबह फिर कोई रिपोर्ट लेने दूसरी तरफ मेरी छोटी बहन को जाना पड़ा. അടുത്ത ദിവസം അതിരാവിലെ മറ്റൊരു റിപ്പോർട്ട് വാങ്ങാനായി മറുവശത്തേക്ക് എന്റെ അനിയത്തിക്ക് പോകേണ്ടി വന്നു. मेरी बहन ने नन्ही बच्ची को गोद में ले रखा था. എന്റെ അനിയത്തി ഒരു കൊച്ചുകുഞ്ഞിനെ കൈകളിലെടുത്തിട്ടുണ്ടായിരുന്നു. रिपोर्ट लेने के बाद उसे फोटोकॉपी करवानी थी. റിപ്പോർട്ട് വാങ്ങിയതിനു ശേഷം അവൾക്കത് ഫോട്ടോകോപ്പി എടുപ്പിക്കണമായിരുന്നു. वो पैसे ढूंढने लगी. जेब में पैसे नहीं थे. അവൾ പണം തിരയാൻ തുടങ്ങി. പോക്കറ്റിൽ പണമുണ്ടായിരുന്നില്ല.
ऊपर अस्पताल के चौथे तल्ले में ही छूट गए थे. അത് മുകളിൽ ആശുപത്രിയുടെ 4ാം നിലയിൽ തന്നെ മറന്നുവെച്ചിരുന്നു. उसने दुकानदार से कहा कि वह कुछ देर में पैसे लाकर दे देगी. उसे फोटोकॉपी चाहिए, जरूरी है. കുറച്ച് സമയത്തിനുള്ളിൽ പണം കൊണ്ടുവന്ന് തരാമെന്നും ഫോട്ടോകോപ്പി അത്യാവശ്യമാണെന്നും അവൾ കടക്കാരനോട് പറഞ്ഞു. पर दुकानदार आनाकानी करता दिखा. പക്ഷേ കടക്കാരൻ വിസമ്മതം പ്രകടിപ്പിക്കുന്നത് കണ്ടു. तभी पास खड़े एक लड़के ने उसकी फोटोकॉपी के भी पैसे जमा कर दिए. അപ്പോൾ തന്നെ അടുത്ത് നിന്ന ഒരു പയ്യൻ അവളുടെ ഫോട്ടോകോപ്പിയുടെ പണം കൂടി അടച്ചുകൊടുത്തു. बहन उसे पलटकर कुछ कहती, लेकिन वह भीड़ में गायब हो चुका था. അനിയത്തി തിരിഞ്ഞു നിന്ന് അവനോട് എന്തെങ്കിലും പറയുന്നതിനു മുൻപേ അവൻ തിരക്കിനിടയിൽ അപ്രത്യക്ഷനായിരുന്നു. मैं शाम अस्पताल के बाहर चाय पीने निकली. ഞാൻ വൈകുന്നേരം ആശുപത്രിക്ക് പുറത്ത് ചായ കുടിക്കാൻ ഇറങ്ങി. ആംഖേ ദുഃഖ രഹി थी. കണ്ണുകൾ വേദനിക്കുന്നുണ്ടായിരുന്നു. ചായ വാലെ को कहा, छोटे कप में चाय दीजिएगा. ചായക്കാരനോട് പറഞ്ഞു, ചെറിയ കപ്പിൽ ചായ തന്നോളൂ. उसने बड़े कप में चाय दे दी. അയാൾ വലിയ കപ്പിൽ ചായ നൽകി. भैया छोटा कप. फिर से मैंने कहा. ചേട്ടാ ചെറിയ കപ്പ എന്ന് ഞാൻ വീണ്ടും പറഞ്ഞു. पीजिए ना आप, कहकर वह किसी से बात करने में व्यस्त हो गया. നിങ്ങൾ കുടിക്കൂ എന്ന് പറഞ്ഞ് അയാൾ ആരോടോ സംസാരിക്കുന്ന തിരക്കിലായി. മൈം ने चाय पी ली. फिर वह मेरी तरफ पलटकर बोला. ഞാൻ ചായ കുടിച്ചു. പിന്നീട് അയാൾ എന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു. कोई अस्पताल में एडमिट है क्या? ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റാണോ? മൈം ने सोचा कि मेरे पीछे कोई होगा, शायद उसी से पूछ रहा हो. എന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ കരുതി. ഒരുപക്ഷെ അവരോടായിരിക്കും ചോദിക്കുന്നത്. उसने फिर कहा, आपसे पूछ रहा हूं, मैं आपको. അയാൾ വീണ്ടും പറഞ്ഞു, ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്, ഞാൻ നിങ്ങളെ. हमेशा पढ़ता हूं, बहुत अच्छा लगता है. എപ്പോഴും വായിക്കാറുണ്ട്. അത് വായിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നും. मैम ने उसे शुक्रिया कहा. फिर चाय के पैसे देने लगी. ഞാൻ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. ശേഷം ചായയുടെ പണം നൽകാൻ തുടങ്ങി. वह हाथ बांधकर उसी तरह खड़ा रहा. അദ്ദേഹം കൈകൾ കെട്ടി അതേപോലെ തന്നെ നിന്നു. बहुत जिद करने के बाद भी उसके बंदे हाथ खुले नहीं. വളരെയധികം നിർബന്ധിച്ചിട്ടും അദ്ദേഹം കൈകൾ തുറന്നില്ല, പണം വാങ്ങിയില്ല. मैंने चाय के लिए उसे शुक्रिया कहा और अस्पताल के भीतर चली गई. ഞാൻ ചായയ്ക്ക് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു, ആശുപത്രിക്കുള്ളിലേക്ക് പോയി. देखा, अस्पताल के भीतर और बाहर अपनी अपनी अलग दुनिया है. ആശുപത്രിക്ക് അകത്തും പുറത്തും അവരവരുടേതായ വേറിട്ട ലോകങ്ങളാണെന്ന് ഞാൻ കണ്ടു. अभाव, बीमारी, गरीबी, दुख के बीच भी साधारण लोगों ने अपने जीवन में थोड़ा थोड़ा प्रेम, थोड़ी थोड़ी आत्मीयता और मनुष्यता बचाकर रखी है. അഭാവം, രോഗം, ദാരിദ്ര്യം, ദുഃഖം എന്നിവയ്ക്കിടയിലും സാധാരണക്കാർ തങ്ങളുടെ ജീവിതത്തിൽ അല്പം സ്നേഹവും അല്പം ആത്മബന്ധവും മനുഷ്യത്വവും കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്. उन्हें देखते हुए सोचती हूँ कि धरती में प्रेम सबसे ताकतवर मूल्य है. അവരെ നോക്കുമ്പോൾ ഭൂമിയിലെ ഏറ്റവും ശക്തമായ മൂല്യം സ്നേഹമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. यही इंसान के भीतर समर्पण ला सकता है. ഇതിനു മാത്രമേ മനുഷ്യനുള്ളിൽ സമർപ്പണബോധം കൊണ്ടുവരാൻ കഴിയൂ. और यही अधिक पाने के लालच उसके लिए एक दूसरे पर हमले, एक दूसरे पर अविश्वास और हिंसा सबको खत्म कर सकता है. കൂടുതൽ നേടാനുള്ള അത്യാഗ്രഹം, അതിനായി പരസ്പരമുള്ള ആക്രമണങ്ങൾ, അവിശ്വാസം, ഹിംസ എന്നിവയെല്ലാം ഇല്ലാതാക്കാനിതിന് കഴിയും. इस धरती को प्रेम के सिवा और कुछ नहीं बचा सकता है. ഈ ഭൂമിയെ സ്നേഹത്തിനല്ലാതെ മറ്റൊന്നിനും രക്ഷിക്കാൻ കഴിയില്ല. കുട്ടികളെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പുതുതായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. നന്ദി.